ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് അല്ലെ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലെ. അദ്ദേഹം എങ്ങനെയാണോ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ നയിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്, അതേ പാതയിലാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ചൂരൽമലക്ക് അന്ന് ഇവിടെ ഇത് സംഭവം ഉണ്ടായെന്ന് ഞാൻ ഓൽക്ക് വേണ്ടിയിട്ട് ഒരു കച്ചവടം ചെയ്ത് പാണക്കാട് തങ്ങടുത്താണ് ഞാൻ പൈസ കൊണ്ടുകൊടുത്തിരുന്നത്. അപ്പൊ എല്ലാവരോട് ചോദിച്ചു എന്തിനാണ് ഞാൻ ചെയ്യുന്നത്, പൈസ അങ്ങോട്ട് എത്തുമെന്ന്. അതിന്റെ തെളിവാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം ഇതാണ് അല്ലേ. മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുക, അത് വേഗത്തിൽ ചെയ്യുക, അതാണ് പൊളിറ്റിക്സ് അല്ലേ. അല്ലാതെ ബടായി പറയലല്ല. ഇത്രയും മനോഹരമായ ഒരു വീട് ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വേറൊരു പ്രസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കില്ല. സേവന രംഗത്ത് ഈ അത്യാഹിതം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വൈറ്റ് ഗാർഡ്, ആംബുലൻസ് സർവീസ്, അതോടൊപ്പം തന്നെ എല്ലാ രംഗത്തും മുസ്ലിം ലീഗ് ചരിത്രം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. വളരെയധികം സന്തോഷം. നമ്മൾ ഒരുപാട് ആളുകൾക്ക് വീടും ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. അവരൊക്കെ ഒന്ന് സന്തോഷിക്കുന്നുണ്ട്. വയനാടിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഞങ്ങൾ ഒരിക്കലും ഇവിടെ ചൂരൽമല വയനാട് എത്തിയിട്ടുള്ളത് കരിഞ്ഞുകൊണ്ടായിരുന്നു. ഇന്ന് ഈ അവസരം ഞാൻ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. കിലോമീറ്ററോളം നടന്നിട്ടാണ് വന്നത്, വണ്ടി വരെ വെച്ച് നടന്നിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച്. ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സമയമാണ്. ഈ ജീവിതത്തിൽ തന്നെ ഇത്രയും വലിയൊരു സന്തോഷം ഇനി വരാനില്ല. കേരളത്തിനാകെ മാതൃക, ഇന്ത്യക്കാകെ മാതൃകയായി മുസ്ലിം ലീഗ്. അഖേലഹത്തോ ബൂന്തിയെ മിൽജായത്തോ സാഗറയെ നമ്മൾ പല ആളുകളും തുള്ളിയായി എല്ലാവിധ ആളുകളും സഹകരിച്ചുകൊണ്ട് ഈ സംഭവം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ഒരു പാർട്ടിയാണ്. മുസ്ലിം എന്നുള്ള അർത്ഥം മുസ്ലിം ലീഗ് എന്നാണ്. മുസ്ലിം എന്ന അർത്ഥം കരുണയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇതൊരു വീടല്ല, അവർക്കെല്ലാം കൊട്ടാരായിരിക്കാം. ആ കൊട്ടാരം കിട്ടിയപ്പോൾ സന്തോഷം അവർ ചെയ്തത് ഏറ്റവും വളരെ വിലപ്പെട്ടതാണ്. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാണല്ലോ. അതാണല്ലോ ഞാൻ മുന്നേ പറഞ്ഞത്. സത്യമല്ലേ ഞാൻ പറയുന്നത്? കറക്റ്റ്. പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇവിടെ ഒക്കെ ഇടക്ക് സന്ദർശിക്കണം, ആരുമില്ല എന്ന് അവർക്ക് തോന്നരുത്. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാകണമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം. മുസ്ലിം ലീഗിന്റെ അണികളെല്ലാം വലിയ രീതിയിലേക്കുള്ള സന്തോഷത്തിലാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്ന ചടങ്ങിലാണ്. വലിയ രീതിയിലേക്കുള്ള സന്തോഷത്തിലാണ് മുസ്ലിം ലീഗിന്റെ അണികളെല്ലാം. അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റാതെ ചെയ്യുന്നതിന് മുന്നേ ഒരു സ്റ്റേറ്റിലുള്ള ഒരു സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് അത് വളരെ അതിശോക്തിയുള്ള കാര്യം തന്നെയാണ്. അതിനാണ് ഇപ്പം ബഹുമാന്യായ പ്രിയങ്ക ഗാന്ധിയും പറഞ്ഞിട്ടുള്ളത്. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്ക് മൊത്തം മാതൃകയാണ് ഈ സംഭവം. കാരണം ഞങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്, പ്രയാസങ്ങൾ കണ്ടിട്ടുണ്ട്, ആക്സിഡന്റുകൾ കണ്ടിട്ടുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അവിടെയൊന്നും ഞങ്ങൾ കാണാത്ത ഒരു കോർഡിനേഷൻ ഇവിടെ ഞങ്ങൾ കണ്ട് പാവപ്പെട്ടവരെ, പ്രയാസത്തിൽ അകപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സന്ദേശം. ഒരു പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള ഒരാളെ കിട്ടുക എന്നുള്ളത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഹൈ. കേരളം ശരിക്കും നമ്പർ 1 അല്ലേ കേരളം അല്ലേ. പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ട ആളുകളെ അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് ഏറ്റവും നമ്പർ 1 ആണ് നമ്മുടെ കേരളം. അതുകൊണ്ടാണ് ഈ സൗഹാർദ്ദപരമായ സംഭവം കെട്ടുറപ്പ് തകർക്കാൻ കഴിയാത്തത്. തീർച്ചയായിട്ടും. കാരണം അത് നമ്മുടെ പൊടിയല്ലേ ശരിക്കും. തീർച്ചയായിട്ടും. അതാണല്ലോ കേരള സ്റ്റോറി കേരളത്തിൽ വിജയിക്കാത്തത്. മറ്റ് സ്റ്റേറ്റുകളിൽ വിജയിക്കുമ്പോൾ കേരള സ്റ്റോറി കേരളത്തിൽ വിജയിച്ചില്ല. കേരള സ്റ്റോറി ഇതാണ്, റിയൽ കേരള സ്റ്റോറിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് കൊടുത്ത വീടുകൾ എന്ന് പറയുന്നത് മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ആർക്കും ഒരു വിഷമം വരരുത് എന്ന് വെച്ചിട്ടാണ്. മതം എന്ന് പറയുന്ന സാധനം ഒരിക്കൽ പോലും ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് ഒരു സംഭവം പോലും കൊണ്ടുപോകുമ്പോൾ ഇവിടെ കൊടുത്ത വീടുകൾ തന്നെ 20ഓളം വീടുകൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ്. മുസ്ലിം സമുദായം ഒക്കെ എല്ലാവരും ചേർത്ത് പിടിച്ച് കൂട്ടിപ്പിടിച്ച് പോവുക എന്നുള്ള സംഭവം വലിയ രീതിയിലേക്ക് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും. കാരണം അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കില്ല. ഇപ്പൊ വീട് കൊടുത്തപ്പോൾ ഓരോ ആളുകളുടെയും പേര് വിളിക്കുന്നത് നിങ്ങൾ കേട്ടില്ല. അതിൽ ജാതിയുണ്ടോ, മതമുണ്ടോ, രാഷ്ട്രീയമുണ്ടോ, ഒക്കെ എല്ലാവർക്കും ഒരേപോലെ. അതാണ് മുസ്ലിം ലീഗ്. ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ് വർഗീയ പാർട്ടി എന്ന് പറഞ്ഞ് മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാണല്ലോ. അതാണല്ലോ ഞാൻ മുന്നേ പറഞ്ഞത്. സത്യമല്ലേ ഞാൻ പറയുന്നത്? കറക്റ്റ്. ഇന്ത്യയിലുള്ള അത്യാവശ്യം ആളുകളൊക്കെ ശരിക്കും, അത്യാവശ്യം പാർട്ടികളൊക്കെ ശരിക്കും എന്തുണ്ട്, മുസ്ലിം ലീഗിനെ ആക്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിന്റെ ഒക്കെ വിപരീതമാണല്ലോ നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ഒരു വളരെ ഭംഗിയായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെയാണ്. അത് കേരളത്തിന്റെ പ്രത്യേകതയാണ്. അത് നമ്മൾ വിജയിച്ചത് എന്ന് പറഞ്ഞാൽ ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് പറഞ്ഞ ആ ഒരു സിദ്ധാന്തം തന്നെയാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് എന്നും മുന്നോട്ട് പോട്ടെ, നന്നായി വരട്ടെ. കേരളത്തിനാകെ മാതൃക, ഇന്ത്യക്കാകെ മാതൃകയായി മുസ്ലിം ലീഗ്.
105 ഭവനങ്ങളിൽ 51 വീടുകൾ 3.5 മാസം കൊണ്ട്, 2 മാസം മഴയായിട്ട് പോയി, 5.5 മാസത്തിൽ 3.5 മാസം കൊണ്ട് മുഴുവൻ പണിയും തീർക്കും. അത് വീട് മാത്രമല്ല, വീടിലുള്ള ഫർണിച്ചർ, ബാക്കി എല്ലാ സംവിധാനങ്ങളിലൂടെയാണ് കൈമാറുന്നത്. ഈ അവസരത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വ്യക്തിയുണ്ട് അല്ലേ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അല്ലേ. അദ്ദേഹം എങ്ങനെയാണോ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തെ നയിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് അതേ പാതയിലാണ് ഇപ്പൊ പിന്തുടർന്ന് മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നുള്ള ആ വ്യക്തിയെ ശരിക്കും ഓർക്കേണ്ട സമയം കൂടിയാണിത്. തീർച്ചയായും മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നയിച്ച പാതയിലൂടെയാണ് മുസ്ലിം ലീഗ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശിഹാബ് തങ്ങളുടെ പാതയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവകാരുണ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പാതയാണ് മുസ്ലിം ലീഗിന്റെ പാത. തീർച്ചയായും ഈ കാര്യത്തിൽ ഒരു വലിയ വിപ്ലവം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ദുരന്തമുണ്ടായത് മുതൽ അന്ന് മുതൽ മുസ്ലിം ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു, എല്ലാവർക്കും സഹായങ്ങൾ ചെയ്തു. അവസാനം ഈ വീട് വാഗ്ദാനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ചൂരൽമലയ്ക്ക് അന്ന് ഇവിടെ ഈ സംഭവം ഉണ്ടായെന്ന് ഞാൻ ഓൾക്ക് മാറിയിട്ട് ഒരു കച്ചവടം ചെയ്തു. പാണക്കാട് തങ്ങടുത്താണ് ഞാൻ പൈസ കൊണ്ടുവരുന്നത്. അപ്പൊ എല്ലാവരോട് ചോദിച്ചു എന്തിനാണ് ഞാൻ ചെയ്യണത്, അത് പൈസ അങ്ങോട്ട് എത്തുമെന്ന്. അതിന്റെ തെളിവാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സന്ദർശിക്കാനും വേണ്ടി ഇന്നത്തെ ദിവസത്തിനും വേണ്ടിയിട്ട് മാത്രം പോകണ്ട, ഈ ഫ്ലക്സ് അതിനും വേണ്ടി എടുത്ത് വെച്ചതാണ്. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കണം അതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചത്. ഞാൻ ഉണ്ടുവണ്ടി കൊണ്ട് കച്ചവടം ചെയ്യുന്നത്. ഞാൻ കൂടെ കുറിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പൈസ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഈ വീടുകൾ നോക്കി, ഈ വീട് മുഴുവൻ, ഈ വീടായ വീട് മുഴുവൻ ഇവർക്ക് മാറ്റിപ്പെടുത്തിയതിൽ നമുക്ക് വളരെ സന്തോഷം. തീർച്ചയായും ഈ ചൂരൽമല ദുരിതത്തിൽപ്പെട്ട ആളുകളൊക്കെ പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇവിടെയൊക്കെ ഇടയ്ക്ക് സന്ദർശിക്കണം. ആരുമില്ല എന്ന് അവർക്ക് തോന്നരുത്. വീട് വെച്ചു കൊടുത്തുകൊണ്ട് ശരിക്കും എന്താണ് അവർക്ക് ഒരു ആശ്വാസമാകാം. പക്ഷേ അവരൊക്കെ നിങ്ങളുടെ കുടുംബക്കാരെ പോലെ, ചേട്ടനനിയന്മാരെ പോലെ, അച്ഛനമ്മമാരെ പോലെ രീതിയിലേക്ക് അവർ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇദ്ദേഹം ചൂരൽമല ദുരിതത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് വാർത്ത ചെയ്ത് സഹായിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായും ഞങ്ങൾ നമ്മുടെയൊക്കെ പ്രേക്ഷകരോട് പറയാണ്, നിങ്ങളാൽ കഴിയുന്ന രീതിയിലേക്കൊക്കെ ഇവിടെ വരണം, ഇവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം എന്ന് പറയാണ് കേട്ടോ. എന്നുവെച്ചാൽ അത് വേണ്ടത് തന്നെയാണ്. നിങ്ങളിൽ ഒരാൾ തന്നെയാണ്. നമ്മളൊക്കെ ചേർത്ത് പിടിച്ച് അവരെ ഈ രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇനി കൈവിടാത്ത രീതിയിലേക്ക് നിങ്ങൾ കരകയറ്റി മേലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് പറയാം. അതെ അതെ, ഇവിടെ ഇനി എന്ത് വിഷയം ഉണ്ടെങ്കിലും ഇതേമാതിരി ചേർത്ത് പിടിക്കാൻ ഒരുപാട് ആൾക്കാർ, ഞങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാർ എല്ലാവരും ഉണ്ടാവും. ഈ കാര്യത്തിൽ നന്ദി മാത്രം പറയും. നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും. അതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പകർത്താൻ പോലും കഴിയാത്ത മാതൃകയാണ്. അത് വളരെ ശബ്ദവേഗതയിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അത് ചെയ്തു. ഇത് വേറെ പകർത്താൻ കൊണ്ടുപോയിട്ട് ആലോചിക്കാൻ പോലും കഴിയാത്തൊരു വലിയ മാതൃക. ഇതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം ഇതാണ് അല്ലേ. മനുഷ്യന്മാരെ ചേർത്ത് പിടിക്കുക, അത് വേഗത്തിൽ ചെയ്യുക, അതാണ് പൊളിറ്റിക്സ് അല്ലേ. അല്ലാതെ പടായി പറയാനല്ല. ഇല്ല, ഇത് ഈ പാർട്ടിക്ക് തന്നെ ഇപ്പോൾ ഈ മുസ്ലിം എന്ന പാർട്ടി തന്നെ വർഗീയ പാർട്ടിയാന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന ആളുകളുണ്ട്. അവരോട് എന്താ പറയുക? ഞങ്ങളുടെ വർഗീയ ഇതാണ്, ചേർത്ത് പിടിക്കലാണ്. ഇവിടെ പോയി നോക്കിയാൽ തന്നെ മതേതരത്വം എന്താണെന്ന് വ്യക്തമാവും. ഇവിടെ പോയി നോക്കിയാൽ തന്നെ അല്ലേ. വർഗീയത പറയുന്ന ഒരു മനുഷ്യന്റെ കുഴപ്പമാണ്, ചികിത്സിച്ചാൽ മതി, വേറെ അതിന് വേറെ മരുന്നില്ല. വളരെ മനോഹരമായ വീടുകൾ. ഇത് കാണുന്ന ആളുകൾക്കറിയാം, ഇത്ര കൃത്യമായി 5 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി. യഥാർത്ഥത്തിൽ അത്ഭുതകരമാണിത്. സേവന രംഗത്ത് ഈ അത്യാഹിതം ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ, വൈറ്റ് ഗാർഡ്, ആംബുലൻസ് സർവീസ്, അതോടൊപ്പം തന്നെ എല്ലാ രംഗത്തും മുസ്ലിം ലീഗ് ചരിത്രം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഈ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ആനന്ദക്കണ്ണീർ പൊയ്ക്കേണ്ടി വരികയാണ്. അത്ര മനോഹരമായ വീടുകൾ. യഥാർത്ഥത്തിൽ ആൾ വന്ന് കാണേണ്ടതാണ് ഇത് നേരിട്ടിട്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ചെയ്തത്, ഇതുവഴി ചെയ്തത്. 51 വീടുകളാണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങളെ മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ളൊരു വിഷയമാണ്. ഞങ്ങൾക്ക് നോമ്പാണ്, എന്നാൽ നോമ്പൊന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങളുടെ പാർട്ടി കൊടുത്ത ഈ വീട് കാണാൻ ഞങ്ങൾ ഒത്തിരി കിലോമീറ്ററോളം നടന്നിട്ടാണ് വന്നത്, വണ്ടി വരെ വെച്ച് നടന്നിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനമുണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച്. ഇനിയും 50 വീടുകൾ കൊടുക്കാനുണ്ട്. മുസ്ലിം ലീഗിന് ഉത്തരവാദിത്വം ചെയ്തു. അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ വന്നു നോക്കേണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ വന്നു നോക്കണം. മുസ്ലിം ലീഗ് ചെയ്ത മാതിരി ഈ മാതൃകയിൽ കേരളത്തിൽ ഇതുപോലെ ചൂരൽമല പ്രകൃതി ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് ഇതുപോലൊരു വീട് കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇനി കഴിഞ്ഞോളന്നില്ല. കാരണം കുറ്റമറ്റ രീതിയിലാണ് ഞങ്ങൾ പ്രസ്ഥാനം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾ വളരെയധികം അഭിമാനിക്കും. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് നിന്നാണ്. വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നത് കണ്ടത്. മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള ആളുകളെ ഏറ്റെടുത്തു ഈ മഹത്തായ സംരംഭത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ എല്ലാവരും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. നമ്മളെല്ലാവരും ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു ഷിഹറാണ് ഓർമ്മ വരുന്നത്. ഉറുദുവില മുസ്കുരാത്തിലേക്കോ സംസാർക്കോ സാരാ നസർ അസീമൊട്ടായി. നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ദൃശ്യവും നിങ്ങൾക്ക് മനോഹരമായി തോന്നും. കാരണം ഇവിടെ
നമ്മളെല്ലാവരും കൂടി കൊടുത്ത് അക്കേലയത്തോ പൂന്തിയെ മിൽജായത്തോ സാഗരയെ നമ്മൾ പല ആളുകളും പുള്ളിയായി എല്ലാവിധം ആളുകളും സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മനോഹരമായ ഭവനങ്ങൾ ഒരുക്കി തരുന്ന അത് നാഥനും എല്ലാവർക്കും ഇതിനെ സഹകരിച്ച എല്ലാവർക്കും ദൈവം അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ സംസ്ഥാന മുസ്ലിം ലീഗ് കേരളത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് വളരെ അത്യുജ്വലമായ പ്രഖ്യാപനം അത് നടപ്പിലായിരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും ഇവിടെ ചൂരൽമല വയനാട് എത്തിയിട്ടുള്ളത് കരിഞ്ഞുകൊണ്ടായിരുന്നു. ഇന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങളെല്ലാവരും നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഒരുമയോട് നിന്ന ഈ ഒരു പ്രഖ്യാപനം ആത്മാർത്ഥമായി ഇടപെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഈ പ്രവർത്തനത്തിന് കൂടെ നിന്നുകൊണ്ട് അതിൻ്റെ പ്രഖ്യാപനം നടപ്പിലാക്കിയിരിക്കുകയാണ്. വാക്ക് പാലിച്ചിരിക്കുകയാണ്. നടക്കില്ല എന്നും ഇത് നടപ്പിലാവില്ല എന്നും സ്വപ്നം കണ്ട ആളുകൾക്ക് കണ്ണു നിറച്ച് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ മുസ്ലിം ലീഗ് ഈ പ്രഖ്യാപനം നടപ്പിലാക്കിയത്. ആ പ്രസ്ഥാനം എന്നും രാഷ്ട്രീയം നോക്കാതെയാണ് ഇന്നത്തെ ജാതി മത ഭേദമേന്യ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മുസ്ലിം ലീഗ് ഈ പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, എല്ലാവർക്കും അവരുടെ ഒരു കൊട്ടാരം എന്ന് പറയാം. ഇതൊരു വീടല്ല, അവർക്കെല്ലാം കൊട്ടാരമായിരിക്കാം. ആ കൊട്ടാരം കിട്ടിയപ്പോഴുള്ള സന്തോഷം അവർ ചെയ്തത് ഏറ്റവും വളരെ വിലപ്പെട്ടതാണ്. അത് ഏറ്റവും സന്തോഷത്തോടെ ഞാൻ കാണുന്നത്. ഞാനിവിടെ അന്നു മുതൽ ചൂരൽമലയുള്ള കാലം തൊട്ട് അനുഭവിച്ചതുകൊണ്ട് അവരെ അർഹതപ്പെട്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഒന്ന് ഞാൻ കൊടുക്കുന്നു. നാളെ ചെയ്യാൻ പോകുന്ന വിശേഷം എന്ന് വെച്ചാൽ ഗവൺമെന്റ് കൊടുക്കാൻ പോകുന്ന വീട് വേർതിരിച്ച് രാഷ്ട്രീയം പറയില്ല. ആ വീടിനേക്കാൾ ഒരു ദിവസം മുമ്പ് മുസ്ലിം ലീഗിന് കൊടുക്കാൻ സാധിച്ചതിൽ ഏറ്റവും അഭിമാനത്തോടെ കാണുന്നവളെ ഞാൻ. അതിന്റെ കാരണം 780 കോടി എന്നതിന്റെ ഓർമ്മയിലിട്ടിരിക്കുന്നു. 86 കോടി ഞാനടക്കമുള്ളവർ പിരിച്ച് ഗവൺമെന്റിന്റെ കയ്യിൽ കൊടുത്തു. അത് പൂർത്തിയായിട്ടില്ല, എല്ലാവർക്കും ആയിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് ഏതെങ്കിലും ഒരു സംഘടന ആരെങ്കിലും ഒരു താക്കോല് കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം ഇന്ന് സാധിച്ചു. ഞാൻ തൃശ്ശൂരിൽ 9 മണിക്കൂർ യാത്ര ചെയ്ത് ഇന്നലെ അവിടെ രാത്രി കൽപ്പറ്റയിൽ താമസിച്ച് ഇന്നിവിടെ വന്നു. ഇപ്പം എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം, ഒരു ജനസാഗരം ഒഴുകിക്കൊണ്ട് നിൽക്കുക. നിലക്കാത്ത മൗര്യാട് ബ്ലോക്കിലാണ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ. നമ്മളൊരു ഒത്തൊരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണ് എല്ലാവരും. ശരി, സന്തോഷമുണ്ടോ? വളരെയധികം സന്തോഷം. നമ്മൾ ഒരുപാട് ആളുകൾക്ക് വീടും ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. അവരൊക്കെ ഒന്ന് സന്തോഷിക്കുന്നുണ്ട്. വളരെ സന്തോഷം. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പുനരധിവാസത്തിനാണ് മുസ്ലിം ലീഗ് തുടക്കം കുറിച്ചതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വയനാടിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തിലുള്ള ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് നടത്തുന്നത്. അതിലേറെ അഭിമാനമുണ്ട്. പിന്നെ അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട്, ജാതിമത ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പുനരധിവാസ പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. അതിൽ മുസ്ലിം ലീഗ് നേതൃത്വം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു നിമിഷങ്ങളാണ്. ഞങ്ങൾ അത്രയും ത്യാഗങ്ങൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് റംസാൻ മാസത്തിൽ ഈ ചുരത്തിലൊക്കെ ഉള്ള ബ്ലോക്കുകളൊക്കെ താണ്ടി ഞങ്ങൾ ഓട്ടോനാണ് വിളിച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഇവിടെ എത്തുമെന്നുള്ള ഒരു ഓട്ടോക്കാരനെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയമാണ്. ഈ ജീവിതത്തിൽ തന്നെ ഇത്രയും വലിയൊരു സന്തോഷം ഇനി വരാനില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങളെ പാർട്ടി ചെയ്ത ഈ ഒരു കാര്യം. ഇതിന് ഒരുപാട് ആളുകളെ ത്യാഗങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ശബശക്തൻ അതിൻ്റെ പ്രതിഫലം നൽകട്ടെ എന്ന്. ഇവിടെ ഇന്ന് നടന്നത് അതിമഹത്തരമായിട്ടുള്ള, പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ 10,000-കണക്കിന് ആളാണ് ഇവിടെ ഒഴുകിയെത്തിയത്. ഒരു വലിയ ഒരു സംരംഭമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കാരണം അന്ന് ദുരന്തത്തിന് അകപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ വളരെ കണ്ണീരോടുകൂടി ദുഃഖത്തോടുകൂടി ജീവിക്കുന്നവർക്ക് ഒരു താങ്ങും തണലുമായി മുസ്ലിം ലീഗ് പാർട്ടി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് KMCC-യാണ്. KMCC-യുടെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ ഇവിടെ ഉയർന്നു വരുവാൻ അവരും ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ദുരന്തം നടന്ന ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ എല്ലാ സംഘടനകളും മുന്നിട്ട് ഇറങ്ങിയതാണ്. അതിൽ ഏറ്റവും മികച്ച രീതിയിൽ മുസ്ലിം ലീഗ് അതിനെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ സ്ഥലം വാങ്ങുന്നത് സംബന്ധിച്ച് പല ആളുകളും പല വിഷയങ്ങളും വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊക്കെ മറികടന്ന് മുസ്ലിം ലീഗ് ഇവിടെ അതിമനോഹരമായ ജില്ല തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കൺകുറെ കാണാൻ ഇതിനെ എതിർത്തവർക്ക് ഇപ്പോഴും വന്ന് കാണാവുന്നതാണ്. അത്രയും മനോഹരമായിട്ട് ഇവർ ഈ സമുച്ചയം ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. 81 വീടുകൾ ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്തു. 105 വീടുകളാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നത്. ഇതൊരു ചരിത്രമാണ്. ഇത് സർക്കാർ മിഷണറിന്റെ ഭാഗമല്ല. സർക്കാർ മിഷണർ പരാജയപ്പെട്ടിട്ട് മുസ്ലിം ലീഗിന്റെ മിഷണർ വിജയിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ത്യയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണിത്. തീർച്ചയായും അത് ഈ സംഭവം മാത്രമല്ല. ഇതിനു മുമ്പ് മുസ്ലിം ലീഗ് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ധാരാളമുണ്ട്. ഞങ്ങളെ ബൈത്തുറാഹ്മ, അതുപോലെ ഞങ്ങളെ CH സെൻ്ററുകൾ, ഞങ്ങളുടെ സർവീസ് ആംബുലൻസുകൾ, ഞങ്ങൾ കൊടുക്കുന്ന മറ്റ് പല റിലീഫ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇന്ത്യ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടത് തന്നെയാണ്. അതിൽ ഒന്നുകൂടി ഇത് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഭവം ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ വാക്ക് പറഞ്ഞ പാലിക്കുന്ന ഒരു പാർട്ടിയാണ്. മുസ്ലിം എന്നുള്ള അർത്ഥം മുസ്ലിം ലീഗ് എന്നാണ്.
മുസ്ലിം എന്നർത്ഥം കരുണയുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ നമ്മളിവിടെ വാക്ക് പറഞ്ഞാൽ അത് പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് അത് പാലിച്ചിരിക്കും. അതാണ് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ള ഒരുപാട് സന്തോഷമുണ്ട്. പാണക്കാട് എന്നൊരു വാക്ക് പറഞ്ഞാൽ 10 വീട്ടിലുണ്ടാവും. പറഞ്ഞ വാക്ക് ഇത് സമയത്ത് പാലിക്കും. ഈ ഒരു പരിപാടിക്ക് നിങ്ങൾ പങ്കെടുത്തു. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. വളരെ സന്തോഷം. ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു പക്ഷേ എത്ര പ്രവർത്തനം നടത്തിയതായിട്ട് നമ്മളാരും അറിയില്ല. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ്. ഈ ഒരു അവസരത്തിൽ ഇത് നടക്കില്ല, ഇത്ര പെട്ടെന്ന് നടന്ന ഒരു സംഭവത്തിലൊക്കെ എന്താണ് പറയാനുള്ളത്? തികച്ചും രാഷ്ട്രീയ വിമർശകന്മാർക്ക് ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ കേവലം 4 മാസം കൊണ്ടാണ് ഇത് കുട്ടികൾക്ക് കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും മഴ അതുപോലെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും 4 മാസം കൊണ്ട് വളരെ വിദഗ്ധമായി കൊണ്ട് തന്നെ നല്ല ആർക്കിടെക്റ്റിനെ വെച്ചിട്ട് നല്ല കൺസ്ട്രക്ഷൻ കമ്പനി വെച്ച് നല്ല സ്ട്രോങ് ആയിട്ട് പണിയാൻ കഴിഞ്ഞു. വളരെ നല്ലത്, വളരെ വെരി ഗുഡ് ആയിട്ടുണ്ട്. വളരെ സന്തോഷമായി. നല്ല വീട്, ഇത്രയും മനോഹരമായൊരു വീട് ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള വേറെ പ്രശ്നം കൊടുക്കാൻ സാധിക്കില്ല. ലീഗിൻ്റെ ഒരു കൂട്ടായ വർക്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താണ് ഇത് വിജയം. ഇതിന് സഹായിച്ച എല്ലാവർക്കും അള്ളാഹു ഇനിയും ഇതേപോലെ മാർക്ക് സഹായിക്കാൻ തോഫീക്ക് ചെയ്യട്ടെ. പിന്നെ നേതാക്കന്മാർക്ക് പൂർണ്ണ ആരോഗ്യവും ആയുസ്സവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. വളരെ അഭിമാനത്തോടെ മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു പ്രോജക്റ്റിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. വളരെ ബ്ലോക്ക് ആയിക്കൊണ്ട് കുറേ ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സന്തോഷമുണ്ട് വലിയ രീതിയിലേക്ക് അല്ലേ? പ്രത്യേകിച്ച് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് വലിയ രീതിയിലേക്കുള്ള സന്തോഷമാണ്. നമ്മളെ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഞാനൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. അതിലുപരി ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിന് എന്ത് വിലകൊടുത്തും സാക്ഷികളാവണമെന്ന് നല്ല നിലക്കാണ് അവിടെ നിങ്ങൾക്ക് കയറി വന്നത്. വളരെ പ്രയാസപ്പെട്ട് യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒക്കെ വളരെ ബ്ലോക്കായിട്ട് ഇത്തരത്തിൽ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമാണ്. മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ മാത്രമല്ല, ഈ നാട്ടിലുള്ള കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഈ രാജ്യങ്ങളിലെ എല്ലാവരും ജില്ലയിൽ സന്തോഷവാന്മാരാണ്. നല്ല ദിവസം വെച്ചാൽ അത്രക്കും, അതായത് ഞങ്ങൾക്ക് ചെറിയ പെരുന്നാൾ വരാൻ പോകുന്നത്, പക്ഷെ അതിലും വലിയൊരു പെരുന്നാൾ ദിവസം പോലെയാണ് ഇന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. മുസ്ലിം ലീഗ് പണിത് കൊടുത്ത 51 വീടിൽ ഒരു വീടിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. വലിയ രീതിയിലേക്കുള്ള സന്തോഷത്തിലാണെന്ന് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലേക്കുള്ള സന്തോഷത്തിൽ തന്നെയാണ്. അവരുടെ മനസ്സെല്ലാം നല്ല രീതിയിലേക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നന്ദി, നമസ്കാരം.